അപ്പോഴേ മോളുടെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിവലിന് ക്യാരറ്റ് ബോൾസ് ആയിരുന്നു നമ്മുടെ റെസിപ്പി. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന അക്ഷമരായിട്ട് ഫുഡ് ഇൻസ്പെക്ടറുടെ ആ ഒരു പ്രസംഗമൊക്കെ കേട്ട് മടുത്തിട്ട് അവരുടെ ഫുഡ് ഐറ്റംസിൽ കൈയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി നോക്കിയാലോ. ഫ്രൈഡ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഒരു വെജിറ്റബിളും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ക്യാരറ്റ് ബോൾസാണ് പ്രിഫർ ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത്തവണ മധുരം വിട്ടിട്ട് നല്ല കെച്ചപ്പ് ടേസ്റ്റിൽ വരുന്ന നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ബോൾസാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ക്യാരറ്റ്സ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ ഒരു പിഞ്ച് ഉപ്പൂടെ ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് നല്ല സോഫ്റ്റായി കുക്കായി കിട്ടും ആ ഒരു വിസിൽ തന്നെ. അത്രയും മാത്രമേ നമുക്ക് ക്യാരറ്റിലുള്ള പണിയുള്ളൂ. അതിന് ശേഷം നമുക്കിത് ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കണം. ഈ ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുത്ത ക്യാരറ്റിനെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഇത് ഇച്ചിരി പണിപ്പാടാണ്, കുഴപ്പമില്ല, ഇപ്പം ശരിയാക്കി തരാം. ഇച്ചിരി നേരം ഒന്ന് പണിപ്പെട്ട് നമ്മളത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് മാഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മൾ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചപ്പാത്തിയുടെ ഡൗവിൻ്റെ ആ ഒരു പരുവത്തിനെടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുട്ടി ബോൾസാക്കി മാറ്റണം. ആ ഒരു കുട്ടി ബോൾസ് നല്ല ഫിക്സായിട്ട് തന്നെ വരണം. കട്ടായി പോവാത്ത രീതിയിൽ നല്ല ഫിക്സ് ചെയ്ത് ഷേപ്പിന് എടുത്താലേ ആ ഒരു ഭംഗി കാണുള്ളൂ. അതിനുശേഷം ഇതേപോലെ ഒരു ഡ്രെയിനറിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ സാധാ നോർമൽ വാട്ടറിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. അതിങ്ങനെ നമ്മളതിൽ കോട്ട് ചെയ്യുന്ന സംഭവം അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം വെളുത്ത എള്ളാണ് നമുക്ക് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം മുഴുവനും. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അത് ഓപ്ഷനിലാണ്. നമ്മുടെ ഇഷ്ടത്തിനെടുക്കാൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം പാൻ ചൂടാക്കി ഓയിലൊഴിച്ചു നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് ബോൾസ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കിയിട്ട് ആ ഒരു എള്ള് കരിഞ്ഞു പോകാതെ മറിച്ചും തിരിച്ചുവിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്താൽ മതി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ്. അതിനുശേഷം നമ്മൾ ഈ എടുത്തതിന് ശേഷം ഈ ക്യാരറ്റ് ബോൾസ് എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇനി ഒരു മിക്സ് റെഡിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് കുറച്ച് കെച്ചപ്പും അതിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വിനാഗിരിയും നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, നോർമൽ വാട്ടർ, ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. തിളപ്പിച്ചെടുത്തിട്ട് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്, ടൊമാറ്റോ മിക്സ്, അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബോൾസ് റെഡിയായി കിട്ടും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് മധുരമൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നും. ആ ഒരു കെച്ചപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.